ാനുള്ള ഒരു കാര്യം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ നിലവിലുണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗമായി കൂടെ CD പ്രചരണങ്ങളും അതേപോലെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികളും ജിന്ന്, പിശാച്, സിഹിർ പോലുള്ള ഇത്തരം പുസ്തകങ്ങളും. ഇതിന്റെ ആമുഖത്തിൽ ബഹുമാന്യനായ CP ഉമർ സുല്ലമി എഴുതുന്ന ഒരു വാചകം നിങ്ങൾ കേൾക്കുക. വേണമെങ്കിൽ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാ വാചകങ്ങളും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വാചകവും ഉണ്ട്. വേണമെങ്കിൽ മറ്റൊരിക്കൽ ഇത് കേൾപ്പിക്കാം. അദൃശ്യമാർഗത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പിശാചിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇതിന്റെ 7-ാം പേജിൽ അദ്ദേഹം എഴുതി വെച്ചു. അപ്പൊ അദൃശ്യമാർഗത്തിൽ പിശാചിന് അല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടികൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നു എന്ന് ഒരു വ്യാജമായ സിദ്ധാന്തം അദ്ദേഹം പടച്ചുണ്ടാക്കി. യഥാർത്ഥത്തിൽ അഭൗതികമായ മാർഗത്തിൽ ആരെങ്കിലും സഹായിക്കും എന്നതാണോ ഒരു കാര്യം ശിർക്കാകാനുള്ള മാനദണ്ഡം? നേരത്തെ ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചു. ഇബാദത്ത് എന്താണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലും ആശയക്കുഴപ്പമില്ലാത്തവണ്ണം വ്യക്തമായി നാം ഓരോരുത്തരും അക്കാര്യം നമ്മുടെ സമൂഹത്തിലെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരും അതേപോലെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അഭൗതികമായ മാർഗത്തിലൂടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിച്ചു തോടുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ശിർക്കാവുക. നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ നമുക്ക് സംരക്ഷണം കിട്ടാൻ അള്ളാഹു ഒരുപാട് ഏർപ്പാടുകൾ നിശ്ചയിച്ചിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലെ അർ-റഅദ് സൂറയിലെ 11-ാമത്തെ വചനം. ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ പിന്നിലൂടെയും നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നു. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുന്നിലൂടെയും പിന്നിലൂടെയും നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദിലെ 13-ാമത്തെ അധ്യായം സൂറത്തുൽ റഅദിലെ 11-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ? മലക്കുകളെ അള്ളാഹു കാവലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി സൂചിപ്പിച്ചു. എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നത് ദൃശ്യമാണ്. മലക്കുകൾ നമ്മളെ സഹായിക്കുമ്പോൾ മലക്കുകളെ നാം കാണുന്നുണ്ട് എന്ന് പറയാൻ CP ഉമർ സുല്ലമിക്ക് സാധിക്കുമോ? ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിക്ക് സാധിക്കുമോ? എന്നാൽ CP പറഞ്ഞതനുസരിച്ച്, അവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന കേസറ്റിലൂടെ CP അഭിമുഖം നൽകിയതനുസരിച്ച്, അബ്ദുസ്സലാം സുല്ലമിയുടെ അനേക പ്രഭാഷണങ്ങളുടെ നമ്മൾ കേട്ട വാചകങ്ങൾക്കനുസരിച്ച് അഭൗതികമായി സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ, അദൃശ്യമായി സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ്. എങ്കിൽ ഒന്നാമത്തെ മുശ്രിക് അബ്ദുസ്സലാം സുല്ലമി. CP ഉമർ സുല്ലമിയുടെയും അബ്ദുസ്സലാം സുല്ലമിയുടെയും വാദമനുസരിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഖുർആനിന്റെ വെളിച്ചം. ഖുർആനിന്റെ വെളിച്ചം എന്ന് പറയുന്ന പിന്നെ അബ്ദുസ്സലാം സുല്ലമിയുടെ വിവർത്തനം. ഈ വിവർത്തനത്തിൽ ഇതിന്റെ വാള്യം 2-ൽ നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം നിങ്ങൾ ശ്രദ്ധിക്കുക. മലക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഇത് ഞാനായിരുന്നു പറഞ്ഞെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടായി. അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പ്രബോധകരോ പ്രസംഗകരോ അതല്ലെങ്കിൽ തലമുതിർന്ന പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞതെങ്കിൽ പിന്നെ ഇത് മതി. 4 CD 10 CD കുറെ പരിപാടികൾ നടത്താൻ ഇത് മാത്രം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, എന്റെ വകയല്ല, അബ്ദുസ്സലാം സുല്ലമിയുടെ വാക്കാണ്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഈ കാരണത്താൽ മലക്കുകളെ വിളിച്ചു തേടുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ആരെ പറഞ്ഞു ഈ കാരണത്താൽ മലക്കുകളെ വിളിച്ചു തേടാം എന്ന്? ഇവിടെ ഇസ്ലാം ജിന്നിനെ വിളിച്ചു തേടാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നുണപ്രചാരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് ഇസ്ലാം ജിന്നിനെ വിളിച്ചു തേടാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുജാഹിദുകളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന്. അതിന്റെ അർത്ഥം അഭൗതികമായ മാർഗത്തിൽ ഒരു സഹായം മറ്റേതെങ്കിലും നിലക്ക് ഏതെങ്കിലും സൃഷ്ടികളിൽ അദൃശ്യമായ രീതിയിൽ നാം കാണാത്ത രീതിയിൽ ഒരു സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോഴേക്കും ശിർക്കാകുമെന്നാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് ശഫാഅത്ത് ചെയ്യുന്നു. പലതരം ശഫാഅത്തുകൾ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വിശ്വസിക്കുമ്പോഴേക്ക് ശിർക്കായി പോകുമോ? ഒരിക്കലുമില്ല. എന്നാൽ ശഫാഅത്തിനു വേണ്ടി പ്രവാചകനോട് തേടിയാലോ? അത് ഗുരുതരമായ അപകടമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ CP ഉമർ സുല്ലമി പറഞ്ഞ വാചകം നമ്മൾ ഒന്നുകൂടി വായിക്കുക. അദൃശ്യമാർഗത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പിശാചിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. ഞാനിവിടെ അബ്ദുസ്സലാം സുല്ലമിയുടെ വാക്ക് ഒന്നുകൂടി വായിക്കട്ടെ. ഇവിടെ മലക്കുകളും ഉദ്ദേശിക്കുന്നു. അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, പിശാച് അഭൗതിക മാർഗത്തിൽ അദൃശ്യ മാർഗത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ ശിർക്കാവുള്ളൂ?
ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മലക്ക് അദൃശ്യമാർഗത്തിൽ സഹായിച്ചാൽ ശിർക്കാവുകയില്ല, പിശാച് അദൃശ്യമാർഗത്തിൽ സഹായിച്ചാൽ ശിർക്കാകും. ഇനി ഒരു വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർ വിശദീകരിക്കട്ടെ ആ കാര്യം, എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന്. നമ്മൾ പറയുന്നു, അദൃശ്യമായ മാർഗത്തിൽ പിശാചിനോട് സഹായം തേടിയാലും ശിർക്കാണ്. അതേപോലെ തന്നെ അഭൗതികമായ മാർഗത്തിൽ സഹായം കിട്ടുമെന്ന് കരുതി മലക്കുകളോട് സഹായം തേടിയാലും ശിർക്കാണ്. ബഹുമാനായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം, അതേ സൂറത്തിൽ അദ്ദേഹം നൽകിയ വിശദീകരണം ശ്രദ്ധിക്കുക. അതേ ആയത്തിന് അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും തുടർന്ന് വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഒരു ജനതയും അവരുടെ സ്വന്തങ്ങളുള്ളതിനെ മാറ്റം വരുത്തുന്നതുവരേക്കും അവരിൽ നിലവിലുള്ളതിനെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ഒരു ജനതയെ പറ്റി വല്ല തിന്മയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിന് യാതൊരു തടവുമില്ല. ഇതിങ്ങനെ വിശദീകരിച്ചു നിങ്ങൾ വായിക്കണം. അമാനിമയുടെ തഫ്സീറാണ്, 2ാം വാള്യം, 1586-87 പേജുകൾ. അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു വരി മാത്രം കേൾപ്പിക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതായത് മലക്കുകളുടെ സഹായം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിധി വന്നാൽ മലക്കുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മുജാഹിദ് പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന്, മനുഷ്യൻ, പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാതില്ല. അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് എല്ലാറ്റിനും ആ മലക്ക് പിന്നോക്കം പോവുക എന്ന് പറയാതിരിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവർ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടികൂടുകയോ അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. ഇങ്ങനെ മലക്കുകൾ അപകടത്തിൽ നിന്നും കിണറ്റിൽ വീഴുന്നതിൽ നിന്നും രക്ഷിക്കും എന്ന് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കി വെച്ചാൽ അത് ശിർക്കാകുമോ? ഇല്ല. ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കി എന്ന് കരുതി മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പതിറ്റാണ്ടുകളായി ഖുറാഫി മുസ്ലിയാക്കന്മാരോട് ഖണ്ഡനമണ്ഡന പ്രഭാഷണങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നാം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. അല്ലാതെ പുതിയൊരു വാദം പറയുന്ന വിഷയമല്ല. ഇതിന്റെ പേരിൽ അമാനി മൗലവി മുശ്രിക്കാണെന്ന് പറയുമോ? അതേപോലെ അബ്ദുസ്സലാം സ്വലൈഹി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ അവരുടെ വാദമനുസരിച്ച്? ഇങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, എനിക്ക് എന്റെ പ്രഭാഷണങ്ങളിൽ ഇവർ കാര്യമായി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വിഷയം, സംഭവിച്ചു പോയ ഒരു അബദ്ധം, ഞാനിവിടെ മലക്ക് നമ്മുടെ അപകടഘട്ടങ്ങളിലും കിണറുകൾ വീഴുന്നതിൽ നിന്നും മറ്റും സഹായിക്കുമെന്ന് പറയേണ്ടതിനു പകരം കരീൻ എന്നതിനെ വിശദീകരിച്ചപ്പോൾ ഞാൻ ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് നന്നായി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ. അതേ സമയത്ത് ഇവിടെ അള്ളാഹു നമ്മെ സംരക്ഷണത്തിനു വേണ്ടി നല്ല ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണമായ സംഗതികളെ കുറിച്ച് സലഫി തന്നെ ഇവിടെ സൂചിപ്പിച്ചതാണ്. ചില ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ അതിവിടെ എന്നേക്കാൾ മുമ്പേ അതേ വിഷയം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പുസ്തകം ജിന്നിനോട് സഹായം തേടാമെന്ന് ഏതായാലും ഞാൻ പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാൻ എന്ന് പറഞ്ഞാൽ അത് അഭൗതികമായ മാർഗത്തിലൂടെ